ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറക്കാം. കോരിക്കും. കിണർ കണ്ടോ, നല്ല കലക്കലാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3 ദിവസമായില്ലയോ നമ്മൾ ഇതിട്ടതിന് ശേഷം. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കാണാം. നമസ്കാരം, ഞാൻ മണ്ണടിയിലാണ് നിൽക്കുന്നത്. മണ്ണടി അമ്പലത്തിന് തൊട്ടടുത്തൊരു വീടാണ്. ഇവിടെ വയൽ പ്രദേശമാണ്. വീടൊന്ന് കാണിച്ചേ. ഇതാണ് വീട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കിണർ അത്യാവശ്യം വർഷങ്ങളായിട്ട് ഇവിടുത്തെ കിണറുകളിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ടോ? ഞങ്ങളിപ്പോ ഇവിടെ 5 മാസമായുള്ളൂ വന്നിട്ട്. അപ്പൊ ഇപ്പൊ ഈ 1 മാസം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ഇവിടെ ചൂടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു. ശരിക്കും നല്ല കലക്കലായിട്ട് വരുന്നത്. നല്ല കലക്കലായിട്ട്. നമുക്ക് കിണറൊന്ന് കാണിക്കാം. ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടോ, കിണർ കണ്ടോ, നല്ല കലക്കലാണ്. അപ്പം നമ്മുടെ ഗംഗാ ശംഖുപൊടി. ഈ ശംഖുപൊടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കടലിലെ ശംഖ്, കക്ക ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. മൂലകങ്ങൾ കൂടുതലാണ്. അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 5 കിലോയുടെ ഒരു പാക്കറ്റാണിത്. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞത്, ഇതിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ശംഖുപൊടി ആദ്യം ഒരു 3-4 പിടി ഇങ്ങനെ വാരിയിടണം. ഇത് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം നമ്മുടെ വെള്ളത്തിനെ pH കറക്റ്റ് ആക്കാനും, അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാത്തിനും pH ഉണ്ട്. ആ pH കറക്റ്റ് ആക്കാനും വേണ്ടിയുള്ളൊരു സംഭവമാണ്. ഇത് ലോക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ചരട് വെച്ചൊന്ന് കെട്ടാൻ പോവാം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറക്കാം. ഇതുപോലെ ഒന്ന് ഇറക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇറക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും അടി വരെ പോകണ്ട. നമുക്കൊരു അടിയും കൂടെ താഴ്ച അത് ഇത്ര വെച്ചാൽ മതി. കണ്ടോ, ഇനി ഒന്ന് വെച്ചിട്ട് നമ്മളിവിടെ കെട്ടും. നമുക്ക് ഈ വെള്ളം ഒന്ന് കോരി ഒന്ന് സാമ്പിൾ എടുത്ത് വെക്കാം. ഒന്ന് ഇറക്കിയോ. കോരിക്കും. ഈ കലക്കൽ കണ്ടോ, ഈ കലക്കൽ കണ്ടോ. ഇത് നമുക്ക് നോക്കാം ഇനി എങ്ങനെ ആകും. നമുക്കിതൊരു കുപ്പിക്കകത്തൊന്ന് എടുത്ത് വെക്കാം. തെളിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് വെക്കാം. പേരെന്ത് വരുന്നത്? സുകന്യ. എന്ത് ചെയ്യുന്നത്? ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഇപ്പൊ കുഞ്ഞുള്ളതുകൊണ്ട് പോകാൻ പറ്റാത്ത ആണല്ലയോ? ഞാൻ എന്റെ പേര് ശ്രീത്ത്. ഞാൻ മസ്കറ്റിൽ വർക്ക് ചെയ്തിരുന്നു. സ്ഥലം എവിടാ? ഗുരുവായൂരല്ലയോ? ഓ ശരി ശരി. അപ്പം മസ്കറ്റിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് തെളിഞ്ഞ് എങ്ങനെയാണെന്നോ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു 3 ദിവസമായില്ലയോ നമ്മൾ ഇതിട്ടതിന് ശേഷം. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കാണാം. പ്രജന എല്ലാം ഒന്ന് ചോദിച്ചേ. ഇതാണ് അന്ന് എടുത്ത് വെച്ച വെള്ളം. ഇനി നമുക്കൊന്ന് കോരി നോക്കിയാലോ? ഓക്കെ, ഇത് പിടിച്ചു. ഇതേ വെള്ളം കോരാൻ പോവാണേ. ഇങ്ങനെ കോരുവാണ്. ഇവിടെ നമ്മുടെ പൊടി ഇട്ടിട്ടുണ്ട്. ഇതാണ് കയറൊക്കെ ഇട്ട് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി എടുക്കാം. എന്നിട്ട് ആ കുപ്പിയിൽ എടുക്കുമ്പോഴേ വെള്ളത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതാണ് വെള്ളം. നമുക്കിങ്ങനെ കുപ്പിയിൽ ഒഴിച്ച് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നേരത്തെ ഒന്ന് കാണിച്ചേ. വ്യത്യാസം കണ്ട? നല്ല വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ റെഡിയായി വരും. കണ്ട, ഇത്രയും കലക്കൽ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഇതുപോലെ ആയത്. ഇപ്പൊ 2 ദിവസമായുള്ളല്ലേ? 2 ദിവസം. ഇതിന്റെ മുകളിൽ പാട പോലൊക്കെ ഉണ്ടായിരുന്നു. വയലുണ്ടല്ലോ ഇവിടെ. വയലുണ്ടായിട്ട് പാടയായിരുന്നു. ഇപ്പം നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട് വെള്ളം നല്ല പോലെ. ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ പൊടി ഉണ്ടായിരുന്നു, ഈ കലക്കൽ പോലെ കിടക്കുന്നുണ്ട്. ഈ ഒരു പൊടിയാണ്. അത് ഏകദേശം മാറിയിട്ടുണ്ടല്ലേ? 90% മാറിയിട്ടുണ്ട്. നമുക്ക് വയറ്റിന് പ്രശ്നങ്ങളായിരുന്നു. ഇത് കുടിക്കും. ഇപ്പൊ റെഡിയായല്ലേ? ഇപ്പൊ റെഡിയായി. ഓക്കെ. ആദ്യം തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും ആ കിണറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അതിന്റെ മുകളിൽ ആ പാടയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ പാടയായിട്ട് കിടക്കുന്നത് കൂടാതെ വെള്ളത്തിന്റെ pH-നും കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ pH-ഉം കറക്റ്റായി. അതുപോലെ 3 ദിവസം കൊണ്ടുള്ള മാറ്റമാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഇത് ക്ലിയർ ആവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ധൈര്യമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ഈ pH-ന്റെ പ്രശ്നം കാരണമാണ് ഈ കുടിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ തെളിവല്ല, വെള്ളം തെളിയുന്നതല്ല, pH ആണ് കറക്റ്റ് ആക്കുന്നത്. ആ pH കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഈ പൗഡർ വേണ്ടവർ വിളിച്ചാൽ മതി. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്. വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം.